സ്നേഹപൂർവ്വം ശ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധികേനെ ജീവ അമ്പലത്തിൽ ഡ്രോപ്പ് ചെയ്യുവാണ്. ഈ സമയം ജീവ രാധികയോട് ചോദിക്കണേ, അല്ല മുമ്പൊരിക്കൽ ഞാൻ തന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു, അതിൻ്റെ മറുപടി അന്ന് ചോദിക്കാൻ പറ്റിയില്ല, ഇപ്പോൾ തന്നിൽ നിന്നും ഞാൻ ആ മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട്. അന്നേരം രാധിക ജീവയോട് പറയണേ, എനിക്ക് അങ്ങനെയൊന്നും നിങ്ങളെ കാണാൻ പറ്റില്ല, മാത്രമല്ല നിങ്ങൾക്ക് ചേർന്നൊരു പെണ്ണല്ല ഞാൻ, എൻ്റെ ജീവിത സാഹചര്യങ്ങളൊന്നും നിങ്ങൾക്കറിയില്ല. അങ്ങനെ രാധികയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ജീവയ്ക്ക് വല്ലാതെ സങ്കടമാകുക. ജീവ ചോദിക്കുന്നുണ്ട്, അല്ല തനിക്ക് ആരുടെങ്കിലും പ്രണയമോ മറ്റോ ഉണ്ടോ? ഈ സമയം രാധിക എന്ത് പറയണം എന്നറിയാതെ ഒരു നിമിഷം ഒന്ന് ആലോചിക്കുക. അന്നേരം രാധികയുടെ മനസ്സിലേക്ക് വരുണിനെ കുറിച്ചും വരുൺ രാധികയെ പ്രപ്പോസ് ചെയ്തതും പിന്നീട് കഴുതി താലി കിട്ടിയതും ആ സംഭവങ്ങളൊക്കെ വരിക. രാധിക അങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുമായിരിക്കും കേട്ടോ. ഈ സമയം ജീവ വീണ്ടും ചോദിക്കുക, തന്നോടാ ചോദിച്ചത് തനിക്ക് ആരുടെങ്കിലും പ്രണയമുണ്ടോ എന്ന്. അന്നേരം രാധിക പെട്ടെന്ന് അങ്ങനെയൊന്നുമില്ല, എനിക്കങ്ങനെയൊന്നും ആരോടും ഇല്ല എന്ന് പറഞ്ഞ് വേഗം തന്നെ അവിടെ നിന്ന് അമ്പലത്തിലേക്ക് പോകുവാണ്. അങ്ങനെ രാധിക തിരുമേനിയോട് സംസാരിച്ച് നിൽക്കുമായിരിക്കും. പിന്നാലെ തന്നെ ജീവയും വരുന്നുണ്ട് കേട്ടോ. തിരുമേനി, ഞാനങ്ങേ ബുദ്ധിമുട്ടിപ്പിക്കുകയാണെന്ന് കരുതരുത്. അന്നേരം തിരുമേനാണ്, എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്, ചോദിച്ചോളൂ. ഈ സമയം ജീവ എന്തോ ഒരു കാര്യം തിരുമേനിയോട് പറയുന്നുണ്ട്. അത് കേട്ട് ടെൻഷനോടുകൂടി നിൽക്കുന്ന രാധികയും പ്രമോയിൽ കാണിക്കുന്നുണ്ടോ. ഇനി രാധികയെ ഇഷ്ടമാണെന്ന് തിരുമേനിയും ജീവ അറിയിച്ചതാണോ എന്നും അറിയില്ല. മിക്കവാറും ജീവ രാധികയെ കല്യാണം കഴിച്ച് തരുമെന്ന് തന്നെയായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. പിന്നീട് കാണിക്കുന്നത് സൂര്യ കൽപ്പനയോട് പ്രിയങ്കയുടെ കൈപുണ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കേട്ട് നല്ല ദേഷ്യം വരുവാണ് കേട്ടോ കൽപ്പനയ്ക്ക്. ഈ സമയം ഗൗതം അവിടെ നിൽക്കുന്നുണ്ടാവും. അന്നേരം കൽപ്പന ദേഷ്യത്തിൽ സൂര്യയോട് ചോദിക്കണേ, അല്ല വിവാഹം കഴിഞ്ഞ അന്ന് രാത്രി തന്നെ നിങ്ങളുടെ അനിയൻ നിങ്ങളോട് എല്ലാവരും ഇട്ട് വന്ന് പറഞ്ഞതല്ലേ അവൻ ഇഷ്ടപ്പെട്ടതും സ്നേഹിച്ചതും താലി കിട്ടിയതുമായ പെൺകുട്ടി അവളല്ലെന്ന്. ഇപ്പോഴും അവളോടുള്ള പെരുമാറ്റത്തിൽ ഒരു മാറ്റം വന്നിട്ടില്ല. വരുണിൻ്റെ മനസ്സിൽ ഇപ്പോഴും അവളോട് വെറുപ്പ് മാത്രമേ ഉള്ളൂ. അനുജനോട് അല്പമെങ്കിലും സ്നേഹമുള്ള അല്പമെങ്കിലും ആടത്തുള്ള ഒരാളായിരുന്നു നിങ്ങളെങ്കിൽ അടിച്ചിറക്കണമായിരുന്നു അവളെ വിടുന്നു. അതോ അക്കാര്യത്തിൽ മാത്രം അനുജന് വിശ്വാസമില്ലേ? അന്നേരം സൂര്യ ദേഷ്യത്തിൽ കൽപ്പനെ എന്ന് പറഞ്ഞ് വിളിക്കുവാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്